കൂട്ടുകാരെ പോലെയായിരുന്നു ആരതിയും ബീനാമയും. അതുകൊണ്ട് തന്നെ ആ അമ്മയുടെ വേർപാടിൽ അത്രമേൽ തകർന്നു പോയിരിക്കുകയാണ് അവൾ. അമ്മയോടൊപ്പമുള്ള മനോഹരമായ നിമിഷങ്ങളുടെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് എവിടെയെങ്കിലും നമ്മൾ ഒന്നിച്ചു ചേരും, അമ്മ മറ്റൊരിടത്ത് പുനർജനിക്കും എന്നാണ് ആരതി കുറിച്ചത്. ആരതിയുമായുള്ള മകൻ്റെ വിവാഹത്തിൽ ഏറെ സന്തോഷവതിയായിരുന്നു ബീനാമ്മ. എനിക്കൊരു മകളെ കൂടി കിട്ടിയെന്നായിരുന്നു ആരതിയെക്കുറിച്ച് അമ്മ എപ്പോഴും പറഞ്ഞിരുന്നത്. എല്ലാ ആഘോഷങ്ങളിലും ആ സ്നേഹനിധിയായ അമ്മ സജീവമായിരുന്നു. ആരതിയെ പെണ്ണു കാണാൻ എത്തിയതിൻ്റെ വീഡിയോയാണ് ആരതി തൻ്റെ വാക്കുകൾക്കൊപ്പം പങ്കുവച്ചത്. ആദ്യമായി അമ്മയെ നേരിൽ കണ്ടതിൻ്റെ സന്തോഷവും അമ്മ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നതും ആരതിയെ സ്വർണ്ണവള അണിയിക്കുന്നതുമായ ദൃശ്യങ്ങളെല്ലാം ആ വീഡിയോയിൽ കാണാം. അമ്മ അണിയിച്ച ആ മനോഹരമായ വള ഇന്നും നിധി പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആരതി. ബീനാമയുടെ അപ്രതീക്ഷിത വിയോഗത്തിൻ്റെ ഞെട്ടലിലാണ് പ്രിയപ്പെട്ടവരും ആരാധകരും എല്ലാം തന്നെ. അമ്മയാണ് തനിക്കെല്ലാമെന്ന് എപ്പോഴും പറയാറുള്ള റോബിന് താങ്ങാനാകാത്ത വിയോഗമാണിത്. അമ്മ പോയി എന്ന ഒറ്റ വരിയിലൂടെയാണ് റോബിൻ ഈ സങ്കട വാർത്ത ലോകത്തെ അറിയിച്ചത്. മാർച്ച് 25-നാണ് അമ്മയ്ക്ക് ക്യാൻസർ സ്ഥിരീകരിക്കുന്നത്. പിന്നീട് ആശുപത്രി സന്ദർശനങ്ങളും സർജറിയും ചികിത്സകളുമായി മുന്നോട്ടു പോകുമ്പോഴും അങ്ങേയറ്റം പോസിറ്റീവായാണ് അമ്മ ഓരോന്നിനെയും നേരിട്ടതെന്ന് റോബിൻ ഓർക്കുന്നു. ധൈര്യം എന്താണെന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു അമ്മ. ഭയം എന്നൊരു കാര്യം അമ്മയിൽ കണ്ടിട്ടില്ല. അമ്മയുടെ ശരീരത്തെ മാത്രമേ ക്യാൻസർ ബാധിച്ചിരുന്നുള്ളൂ. ആ സ്നേഹവും കെയറും ആ മനസ്സിൽ അതുപോലെ ഉണ്ടായിരുന്നുവെന്നാണ് റോബിൻ പറഞ്ഞത്. ഇന്നലെ വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു അമ്മയുടെ വേർപാട്. എപ്പോഴും ചിരിച്ച മുഖത്തോടെ മാത്രം എല്ലാവരെയും എതിരേറ്റിരുന്ന അമ്മയുടെ വിയോഗത്തോടെ ആ വീടിപ്പോൾ ശോകമൂകമായിരിക്കുകയാണ്. തിരുവനന്തപുരത്തും നാട്ടിലും കൊച്ചിയിലുമെല്ലാമായി മാറി മാറി താമസിച്ചിരുന്ന കുടുംബത്തിൻ്റെ ഈ സങ്കട വാർത്ത അയൽവാസികൾക്കും വിശ്വസിക്കാനായിട്ടില്ല. ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. ഗർഭാശയ ക്യാൻസർ അതിൻ്റെ 4ാം സ്റ്റേജിലാണ് തിരിച്ചറിഞ്ഞത്. ഇത്രയും അടുത്ത് താമസിച്ചിട്ടും 4 ദിവസം മുൻപാണ് അയൽക്കാർ പോലും വിവരമറിയുന്നത്. സർജറി മുതൽ എല്ലാ കാര്യങ്ങൾക്കും ഇലക്ഷൻ തിരക്കുകൾക്കിടയിലും റോബിൻ അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ഏകദേശം 4 മാസത്തോളമായി അമ്മ വയ്യാതെ കിടക്കുകയായിരുന്നു. റോബിനും അമ്മയും നല്ല കൂട്ടുകാരെ പോലെയാണ് കഴിഞ്ഞിരുന്നത്. ബിഗ് ബോസ് കഴിഞ്ഞ് റോബിൻ വന്നപ്പോൾ അമ്മയ്ക്കുണ്ടായ സന്തോഷം ചെറുതായിരുന്നില്ല. മകൻ്റെ പരിപാടികളും യൂട്യൂബ് വീഡിയോകളുമെല്ലാം കൗതുകത്തോടെയാണ് അമ്മ എപ്പോഴും ഇരുന്ന് കണ്ടിരുന്നത്. പെട്ടെന്നൊരു മരണത്തിലേക്ക് ചേച്ചി പോകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എപ്പോഴും സ്നേഹത്തോടെ മാത്രം സംസാരിച്ചിരുന്ന ആ മുഖം ഇനിയില്ല എന്നത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് പ്രിയപ്പെട്ടവരും അയൽക്കാരും ഒരുപോലെ പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.